ஹலோ கைஸ் நமஸ்காரம். நம்ம ரஜினிகாந்த் படம், நம்ம சூப்பர் ஸ்டார் படம் கூலியிலிருந்து ஒரு தரமான സംഭവം ഇന്നേക്ക് റിലീസ് ആയിடுச்சு. സോറി, ഞാൻ പെട്ടെന്ന് തമിഴ് വൈബിലേക്ക് കയറിപ്പോയി. നമ്മളെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലിയിൽ നിന്നൊരു തരமான സംഭവം, ഒരു അടിപൊളി ഒരു സംഭവം ഇറക്കി വിട്ടിട്ടുണ്ട്. അതിന്റെ ലിറിക്കൽ സോങ്ങും കാര്യങ്ങളും ക്ലിപ്സിലും നമ്മൾ കണ്ടതാണ്. ചിറ്റു എന്നൊക്കെയാണ് അതിന്റെ ചിക്കിട്ടു അല്ലെ, CHIKITU ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ. നമ്മുടെ അനിരുദ്ധ് ആൻഡ് രജനീകാന്ത് സൺ പിക്ചേഴ്സ്, ലോകേഷ് കനകരാജിന്റെ കൂലി നല്ല ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. ഇപ്പൊ തന്നെ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ തലവരുടെ പാട്ട് കണ്ടുവന്ന് സംസാരിക്കാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബാൾട്ട് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. தலைவர் சம்பவம் இங்கே இருந்து பார்க்கலாம். Here we go. Okay. Sun Pictures. கலாதிபதி மாறன். Okay. என்னடா போதுனா டீ சாப்பிட்டு வந்து மிச்சத்தை பாத்துக்கலாம். இது முச்சிதான் மாதிரி வேலை. பொதுவா இப்பெல்லாம் வேலை பார்க்க மாட்டியா? இன்னைக்கு நான் தீயா இருக்கிற தலைவருக்கு பண்றோம். தீயா இருக்கணும்ல. தீயா இருக்கணும், அவ்வளவுதான். அதெல்லாம் கரெக்ட் தானா, ஆனா வைபே இல்லாம எப்படின்னா? வைப் தானே. கேட்டு உசுர வாங்காதே கேட்டுக்கோ, ஏலாம் பாத்துக்கோ, தம்பி கொஞ்சம் தள்ளிக்கோ, கூலி வர சொல்லிக்கோ. எதுக்கு பேச்சு ஒழுங்கா உங்காரே, எனக்கு பாசே கிடையாது. இனிமே தோசை எவனா இருந்தாலும் முறைகளாமா, சாத்தா முடிச்சிடலாமா. எனக்கு பாசே கிடையாது. இனிமே தோஸ்து எவனா இருந்தாலும் முறைகளாமா, சாத்தா முடிச்சிடலாமா. Rajni star. Dance class now. Oh.
guys, the first impression, my first impression is it's an average. It's a very average song ആണ്. കുറച്ച് സ്റ്റെപ്പുകൾ, കുറച്ച് ലൈൻസുകൾ, ആ സംഭവം ഒഴിച്ചു കഴിച്ചാൽ പിന്നെ തലവരെ കാണിക്കുമ്പോൾ ഓക്കെ ദാറ്റ്സ് തിങ് ഈസ് ദർ ബട്ട് ഐ എക്സ്പെക്ടഡ് ലോട്ട് മോർ ബിക്കോസ് അനിരുദ്ധിന്റെ മ്യൂസിക് ആൻഡ് തലവർക്ക് വേണ്ടി എഴുതുന്നു, കൂലി, ലോകേഷ് പടം ആൻഡ് അതിൽ ഫസ്റ്റ് എന്നാ പറയുന്നത് എന്താണ്, തലവർക്ക് വേണ്ടി എഴുതുമ്പോൾ തീ ആവണ്ടേന്ന്, തീ പോലെ ഇരിക്കണ്ടേന്ന്, ആ മാസ് ഇല്ല, മാസ് എവിടേക്കോ മിസ്സാണ്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മനസ്സിലായോ എന്ന് പാട്ടെല്ലാം ചെയ്ത് അതൊരു ലിറിക്കൽ സോങ് ആയിരുന്നു. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മോനെ എന്തായിരുന്നു അതിന്റെ ഒരു ഓറ, എന്തെന്ന് മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ ആ എനർജി ഇല്ലേ, ആ സ്വന്തം തലവരിന്റെ സൂപ്പർ സ്റ്റാറിന്റെ പാട്ട് എന്നെല്ലാം പറഞ്ഞാല് മക്കളെ അത് വേറെ ലെവൽ ആയിരിക്കണം. ലൈക്ക് ആ മൂപ്പരുടെ മുഖം, മൂപ്പരുടെ ആ എനർജി ആ പാട്ടിൽ ഉണ്ടാവും, എല്ലാ പാട്ടിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ എവിടേക്കോ മിസ്, ഒരു തണുപ്പൻ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടായിന്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ കയറി വരുന്നുള്ളത്. പക്ഷെ അനിരുദ്ധ് ബായി അറിയില്ല, ബായി എന്താണ് ചെയ്തിരുന്നു ബായി, അത് എനിക്കറിയില്ല. ഇത് മിക്സ് റെസ്പോൺസ് ആയിരിക്കും കൂടുതലും വരുന്നത്. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര വൈബ് കിട്ടിയില്ല. അത്രയാണ് എനിക്ക് പേഴ്സണലായിട്ട് വൈബ് കുറവായിരുന്നു. പിന്നെ ഇതിലും വൈബ് കണ്ടെത്തുന്നവരുണ്ട്, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇനി 2-3 പ്രാവശ്യം കേട്ടാൽ വൈബ് വരുമോ എന്നറിയില്ല. പക്ഷെ ബാക്കി കുറെ പാട്ടുകളുണ്ട് ഉണ്ടല്ലോ. നമ്മളെ തലവറിന്റെ കുറെ പാട്ട് ബാക്കോട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ എനർജി ഉണ്ടല്ലോ, ആ ഓറ അല്ലെങ്കിൽ ആ മാസ് സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ പറയേണ്ടി വരും. ഇറ്റ്സ് ആൻ ആവറേജ് സോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അനിരുദ്ധ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും 1 മില്യൺ ഇപ്പം 1 അവറിൽ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും അടിക്കുമല്ലോ. സൺ പിക്ചേഴ്സ്, കൂലി പടം, ലോകേഷ് കനകരാജ്, തലവർ പടം എന്ന് പറയുമ്പോൾ, പാട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും അടിക്കുമല്ലോ. പക്ഷെ ഇത് എത്ര ആൾക്ക് ആ ഒരു സംഭവം, അതായത് ആ ഒരു തലവർ സംഭവമുണ്ട്, സൂപ്പർ സ്റ്റാർ സംഭവമുണ്ട്, അത് ഭയങ്കര മിസ്സായിരുന്നു എന്നുള്ളത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അറിയില്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പാട്ടുകൾ ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരട്ടെ. ഇനി വേറെ പാട്ടുകൾ ഉണ്ടോ, അത് വേറെ എനർജി തലവർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യണം, നമുക്ക് ആ മാസ്, ദാറ്റ് ഓറ, ദാറ്റ് തലവർ സംഭവം ഇങ്ങനെ വരണം. അതാ വേണം അനിരുദ്ധ് സർ. ഇത് ഓക്കെ സുദ്ധമാ മോശമൊന്നും സൊല്ലല്ല, ഇത് ഓക്കെ, ബട്ട് ആവറേജ്. എനിവേ ഗൈസ്, അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി. ഇത്രയൊക്കെ തമിഴിൽ പറയാൻ പറ്റുമോ. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾട്ടൻ ബിയർഡ് റിയാക്ട്സ്.